ഹലോ ഫ്രണ്ട്സ്, ഡേയ്സ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെയും പഠനമൊക്കെ എവിടെ വരെയായി? എക്സാമൊക്കെ ഇങ്ങനെ അടുത്ത് വരുവാണല്ലേ. ഇനി ഒരുപാട് എക്സാം വരുന്നുണ്ടല്ലേ. എൻ്റെ അവസ്ഥ എന്താണെന്നല്ലേ, എക്സാമിൻ്റെ പേടി കൊണ്ടാണോ അതോ എനിക്കിനി ടെൻഷൻ ഇല്ലാത്തത് കൊണ്ടാണോ എന്തോ എനിക്കൊന്നും പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. നോർമലി 10th പ്രിലിംസിനൊക്കെ ഞാൻ നന്നായിട്ട് പഠിച്ചായിരുന്നു. അതായത് വളരെ കുറച്ച് ദിവസം, ഒരു 30 ദിവസം ഒന്നും ഇല്ലായിരുന്നു, ഒരു 15 ദിവസമൊക്കെ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടാണ് എനിക്ക് ആ ഒരു പ്രിലിംസ് പാസ്സാവാൻ പറ്റിയത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മെയിൻസ് വന്നിട്ട് ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. ഇനി ശരിക്കും പറഞ്ഞാൽ 4 ദിവസം അല്ലേ. ബട്ട് ഇതുവരെ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. പഠിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും മനസ്സിൽ നിൽക്കുന്നില്ല. ഫുള്ള് പോയി കിടക്കുവാണ്. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ എൻ്റെ മാക്സിമം എഫർട്ട് ഇട്ട് പഠിക്കാൻ നോക്കിയെങ്കിലും എനിക്ക് പലതവണയും പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഓവർ ടെൻസ്ഡ് ആണെന്ന് തോന്നുന്നു. അതായത് ടെൻഷൻ വന്നിട്ട് നമ്മൾ പഠിക്കുമല്ലോ, അതിൽ നിന്ന് ടെൻഷൻ വന്നാൽ നമുക്ക് വേറെന്തോ ഒരു ഫീലാണ്. ആ ഒരു അവസ്ഥയാണെന്നതാണ് തോന്നുന്നത്. കാരണം ആദ്യമായിട്ടാണ് ഒരു പ്രിലിംസ് പാസ്സാകുന്നത്. എന്നിട്ട് പോലും എനിക്ക് പഠിക്കാൻ പറ്റില്ലെന്ന് വെച്ചാൽ അത് എൻ്റെ തന്നെ തെറ്റാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് ടൈമൊക്കെ വെച്ച് ഒരു അരമണിക്കൂറൊക്കെ പഠിക്കാൻ നോക്കുന്നുണ്ട് ഇടയ്ക്ക്. എന്നിട്ട് പിന്നെ ഒരു വലിയ ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ഒരു അരമണിക്കൂർ. കാരണം നമ്മളൊന്നും പഠിക്കാതിരിക്കുന്നതിൻ്റെന്ന് ഇത്ര പഠിക്കട്ടെ എന്ന രീതിയാണ്. അതും ഞാൻ എൻ്റെ മാക്സിമം പുഷ് ചെയ്ത് ഞാൻ തന്നെ ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല മടിയാണ്. അപ്പോൾ അതെനിക്ക് എൻ്റെ ബോഡിയെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ഇമോഷണലി ഒരുപാട് ഇഷ്യൂസ് റിലേറ്റഡ് മൈ PCOD ഇഷ്യൂസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം കൂടി ഒത്തു വന്നപ്പോൾ എനിക്ക് ഒട്ടും തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഒരു 11:30 വരെ ഇങ്ങനെ വെറുതെ ചിന്തിച്ച് കിടക്കുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് എങ്ങനെയെങ്കിലും പഠിക്കണം. എൻ്റെ മനസ്സിന് ഉണ്ട്, പക്ഷേ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ മാക്സിമം എന്നെ പുഷ് ചെയ്ത് ഞാൻ ഇവിടെ ഇരുത്തി ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുത്തിട്ടുള്ളൊരു സ്ട്രഗിളാണ്. നമ്മൾ പഠിക്കാതിരിക്കുന്നത് നമ്മൾ തെറ്റല്ല, കാരണം നമുക്ക് പറ്റുന്നില്ല. നമ്മുടെ മനസ്സും കൂടി തയ്യാറാവണ്ടേ. നമ്മൾ എത്ര ചിന്തിച്ച് എനിക്ക് എന്തായാലും പഠിക്കണം, എനിക്ക് ഇത്രയും പഠിക്കണം എന്നൊക്കെ മനസ്സിലാഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അത് എനിക്ക് തോന്നുന്നു ടെൻഷനായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിലൂടെ ആയിരുന്നു ഞാൻ കുറച്ച് ദിവസം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ കുറച്ച് നേരമായിട്ടിരുന്നു എന്നെ മാക്സിമം പുഷ് ചെയ്ത് ഞാൻ പഠിച്ചു. അതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള നമ്മുടെ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ ഇമോഷണലി വരുന്ന ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യാനുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ ടിപ്സൊക്കെ തന്നെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തത്. ടൈമർ സെറ്റ് ചെയ്ത് വെച്ചു. ഒരുപാട് നേരം വെക്കാതെ ഒരു 30 മിനിറ്റ് പ്രൊമോഡോ ടെക്നിക്കില്ലേ അതുപോലെ ട്രൈ ചെയ്യാൻ നോക്കി. അതിൻ്റെ ഒരു 2 സ്റ്റെപ്പ് ഇപ്പം ഞാൻ കഴിഞ്ഞു. അപ്പോൾ 1 മണിക്കൂർ സ്റ്റഡി കഴിഞ്ഞു. അതുപോലെ ഇഷ്ടമുള്ള എന്തെങ്കിലും ഫുഡ്, ഞാനിപ്പോൾ എനിക്ക് കോഫി ഇഷ്ടമായതുകൊണ്ട് കോഫി ഞാൻ ഉണ്ടാക്കി അത് കുടിച്ചു. അത് കോഫി ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പഠിക്കാനുള്ള ടൈമിൽ എനർജി വരും, പക്ഷേ എപ്പോഴും കോഫി കുടിക്കുന്നത് നല്ലതല്ല. പിന്നെ ഇതിനെല്ലാത്തിനും മുന്നേ ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്തു. ഞാൻ ഒന്ന് ഫ്രഷായി വന്നു. ഞാൻ കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്തു. അങ്ങനെ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നു. അപ്പം ഞാൻ കട്ടിൽ തന്നെ കിടന്നിരുന്ന ഞാൻ ജസ്റ്റ് എഴുന്നേറ്റു, കുറേ കാര്യങ്ങൾ ചെയ്തു, ഇപ്പോൾ പഠിച്ചു, ഇപ്പോൾ വീഡിയോ എടുക്കുന്നു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടിയൊക്കെ എനർജിയായി. ഇനി ഞാൻ വീണ്ടും പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ അത്രയ്ക്കും എനിക്ക് ഒട്ടും പറ്റാത്ത രീതിയിൽ കിടക്കുമായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ എഴുന്നേറ്റില്ലേ, ഒരുപാട് നമ്മളെ ദ്രോഹിക്കുന്ന രീതിയിലല്ല, നമുക്ക് കുഞ്ഞു ടാസ്ക്കായിട്ട് നമുക്ക് അത് നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഒരു ദിവസം ഒന്നും പഠിക്കുന്നതിൻ്റെക്കാളും നല്ലതല്ലേ 1 മണിക്കൂറെങ്കിലും പഠിക്കുന്നത്. ഇത്രയും പഠിക്കാൻ ലേറ്റായ സമയത്തും ഞാനൊരു ടൈം ലിമിറ്റ് വെച്ച് മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ഞാൻ തന്നെയാണ്. സോ മസ്റ്റായി ഞാൻ എനിക്കൊരു റിവാർഡ് അതിന് എന്തായാലും കൊടുക്കുന്നതായിരിക്കും. സോ ലൈക്ക് മീ, ഡു യുവർ മാക്സിമം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.